നമസ്കാരം. വാഗമണിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് തിരക്കുകളുടെ ഇടയ്ക്ക് വെറുതെ ഒന്ന് യാത്രയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ യാദൃശികമായിട്ട് കോതമംഗലം അടിമാലി ഒക്കെ വഴി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വാഗമണിലെത്തി. അപ്പോൾ ഇന്നലെ അപ്പോൾ ഇവിടെ ഇങ്ങനെ താമസിച്ചു. അതിരാവിലെ തന്നെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഈ മൊട്ടക്കുന്നിൻ്റെ അടുത്തുള്ള വേറൊരു കുന്നും പ്രദേശത്ത് എത്തി. അപ്പോൾ രാവിലെ ഇരിക്കാൻ പറ്റിയ, നമുക്ക് സ്വസ്ഥമായി സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരു നല്ല ഗംഭീര സ്ഥലമാണ്. മെഡിറ്റേറ്റ് ചെയ്യാനും ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം, നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം തന്നെയാണ്. ശുദ്ധമായ വായുവൊക്കെ ഉള്ളത്. പക്ഷേ ഇങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ പ്രദേശമൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റുകളുണ്ട്. മദ്യ കുപ്പി പൊട്ടിക്കിടപ്പുണ്ട്, ചില്ലുണ്ട്, അതുപോലെ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് ഈ പ്രദേശത്ത് മുഴുവൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി വന്നു പോകുന്ന ആളുകൾ മുഴുവൻ ഇട്ടിരിക്കുന്ന വേസ്റ്റുകളാണ് ഈ പ്രദേശം മുഴുവൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടിനെ ഷോക്കേസ് ചെയ്യേണ്ടത് നമ്മുടെ ഉൾനാടൻ പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങൾ, തീരപ്രദേശമൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ ഭംഗിയോടെ, പ്രകൃതി രമണീയ ഭംഗിയോടെ ഷോക്കേസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ടൂറിസം ഡെവലപ്പ് ആകുക. കേരളത്തിന് എളുപ്പത്തിൽ ഡെവലപ്ഡ് സ്റ്റേറ്റ് ആകാൻ പറ്റുന്നത് നമ്മുടെ ടൂറിസം മേഖലയുടെ ഒരു വലിയ ആ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ നാട് കാണാൻ വരുന്ന ആളുകൾ ഈ പൊട്ടിയ മദ്യക്കുപ്പിയോ ഈ പ്ലാസ്റ്റിക് വേസ്റ്റോ കുട്ടികളുടെ ഈ നാപ്കിൻസോ അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങളോ ഒന്നും കാണാൻ വരുന്നതല്ല. ഈ പ്രദേശത്തിൻ്റെ ഭംഗി കാണാൻ വരുന്ന മനുഷ്യർ ഇത് കാണാനല്ല വരുന്നത്, ഈ പ്രദേശം കാണാനാണ് വരുന്നത്. അപ്പോൾ ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം, അതുപോലെ ആരോഗ്യ വിചാരം എന്നൊക്കെ മേനി നടിക്കുന്ന നമ്മൾക്ക് എന്താ ഷോക്കേസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന അധികം താമസിക്കാതെ തന്നെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം വരണമെന്ന് വിചാരിക്കുന്നു, കുറച്ച് ക്യാരി ബാഗ്സും ഗ്ലൗസും ഒക്കെ ആയിട്ട്. കാരണം ഇത് ക്ലീൻ ചെയ്യൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളായിട്ട് വന്നില്ലേ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുക. അവരും അറിയട്ടെ, അവരും ശീലിക്കട്ടെ. നമ്മുടെ ഒരു സിവിക് സെൻസ് മക്കളെ ശീലിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു 1000 പേരിൽ ഒരു 10 പേര് ചെയ്താൽ തന്നെ അത് 11ാമത് ഒരാൾ ഫോളോ ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ ഒരു കാര്യം കാഴ്ചപ്പാട് വിജയിക്കുക. എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പക്ഷേ കുറേ പേർക്കെങ്കിലും അങ്ങനെ ഒരു ചെയ്യാനൊരു താല്പര്യം വരും. നമ്മളിപ്പോൾ നഗരപ്രദേശത്ത് ക്ലീനിങ്ങിന് നടക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് വേസ്റ്റ് ബിന്നിലിടാൻ പോവുക, അതിൻ്റെ അപര്യാപ്തതയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം കാഴ്ചപ്പാടില്ലാതെ പോകുന്നത്? നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ടൂറ് പോകാൻ മലയോര പ്രദേശം വേണം, കടൽ വേണം, ഉൾനാടൻ ഗ്രാമപ്രദേശം വേണം. പക്ഷേ ഈ ടൂർ യാത്ര ചെല്ലുന്ന ആളുകൾ ആ പ്രദേശത്തിൻ്റെ ഭംഗി നശിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഈ പ്രദേശത്തുള്ള മനുഷ്യരാരുമല്ല ഇതിങ്ങനെയാക്കുന്നത്. ഇതൊരാൾ ഒറ്റയ്ക്ക് ചെയ്തതുമല്ല. പല സമയത്ത് പലരായി വന്ന് അവർ കഴിച്ച ഭക്ഷണം, ഇത് ഇന്നലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റാണ്, കുടിച്ച കുപ്പിയുണ്ട്, ഇതൊക്കെ ഇട്ടു. ഇങ്ങനെ ഒരു 1000 പേര് വന്ന് ഇതുപോലെ ചെയ്താൽ പിന്നെ അടുത്ത പ്രാവശ്യം ഇത് ഇട്ട ആളുകൾ പോലും ഇവിടെ വരാൻ ആഗ്രഹിക്കില്ല. അതായത് ഈ വേസ്റ്റ് ഇവിടെ ഇട്ടിട്ട് പോയ ആളുകൾ പോലും ഇനി ഇവിടെ വരാൻ ആഗ്രഹിക്കില്ല, ഇത് മുഴുവൻ വേസ്റ്റാണെങ്കിൽ. അപ്പോൾ ആരൊക്കെയോ കുറേ ആളുകൾ വേസ്റ്റ് ഇടാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് ഇത് മാറുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന വൈകാതെ തന്നെ വന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല, എന്നാലും നമ്മളൊരു ചെറിയ തുടക്കം, നമ്മൾ ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ അത് ചെയ്യുകയും അങ്ങനെയാണല്ലോ ഒരു ശരിയായ നല്ല പ്രവർത്തനം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. റിപ്പിൾസ് എന്നല്ലേ ഇതിനെ പറയാം. ഒരു നല്ല കാര്യത്തെ അതിൻ്റെ അലകൾ പോലെ ആരെങ്കിലുമൊക്കെ തുടരുമ്പോൾ, അപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ തോന്നാൻ കാരണം, വേസ്റ്റ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ തോന്നില്ല. പക്ഷേ ആ പെൺകുട്ടികളുടെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കണക്ഷൻ തോന്നിയത്. ഇപ്പം നമ്മളൊക്കെ യാത്ര പോകുമ്പോഴും, നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോഴും, ഔട്ടിങ്ങിന് പോകുമ്പോഴൊക്കെ കഴിച്ചിട്ട് ഇതുപോലെ അലക്ഷ്യമായും അശ്രദ്ധയോടെയും വേസ്റ്റ് ഇടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരിടുമ്പോൾ ആ യാത്ര പോയ സ്ഥലത്ത് പിന്നീട് നമുക്ക് പോകാൻ തോന്നില്ല. നമ്മുടെ നാടിനെ നമ്മൾ നല്ല കാര്യങ്ങൾ കൊണ്ടാണ് ഷോക്കേസ് ചെയ്യേണ്ടത്. കുറേ കൂടി എളുപ്പത്തിൽ, കുറേ കൂടി നല്ല രീതിയിൽ നമുക്ക് കേരളത്തെ ഡെവലപ്പ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്.